Hey guys, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അഭിമന്യു. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു സ്ക്വയർ ഫോർമാറ്റ് വീഡിയോ എങ്ങനെ ഒരു വെർട്ടിക്കൽ ഫോർമാറ്റിൽ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. നോർമലി നമ്മളൊരു സ്ക്വയർ ഫോർമാറ്റ് വീഡിയോ വെർട്ടിക്കൽ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം ക്രോപ്ഡ് ആയിരിക്കും. അത് നോർമലാണ്. അങ്ങനെ വീഡിയോ ക്രോപ്പ് ആകാതെ നമുക്ക് എങ്ങനെ ആ സ്ക്വയർ അതേപോലെ തന്നെ വെർട്ടിക്കലേക്ക് ആക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ എല്ലാം പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കിതൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ക്യാൻവ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാകണമെന്നില്ല. ക്യാൻവ ആയതുകൊണ്ട് അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ട് എല്ലാവർക്കും എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ലാപ്ടോപ്പ് തുറക്കട്ടെ. ലാപ്ടോപ്പ് അതിൽ കുറച്ച് പ്രാക്ടിക്കലായി കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ ഗൈസ്, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് നമുക്കൊരു സ്ക്വയർ വീഡിയോ ഒരു വെർട്ടിക്കൽ വീഡിയോ ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ക്യാൻവയിലാണ്. അപ്പോൾ ഇതാണ് ക്യാൻവയുടെ ഹോം പേജ്. ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ക്യാൻവ ടൈപ്പ് ചെയ്യുക, നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കുറേ ഫോർമാറ്റുകൾ കാണാം. വീഡിയോ, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ്. കാരണം എന്താ വെച്ചാൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വെർട്ടിക്കൽ ഫോർമാറ്റ് ആണ്, 9:16. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇൻ കേസ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഈ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ മേലെ പോയിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് എ ഡിസൈൻ ഓപ്ഷൻ കാണാം. ക്രിയേറ്റ് എ ഡിസൈൻ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കുറേ ഓപ്ഷൻസ് കാണും. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഫേസ്ബുക്ക് പോസ്റ്റ്, അങ്ങനെ. അതുപോലെ തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കസ്റ്റം സൈസ് ഉണ്ടാവും. കസ്റ്റം സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1080x1920, അതായത് 1080x1920, അത് 9:16 ആണ്. ഓക്കെ, ഫൈൻ. ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും വെർട്ടിക്കൽ ഫോർമാറ്റിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അപ്ലോഡ്സിൽ പോവുക. ഇൻ കേസ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു സ്ക്വയർ ഫോർമാറ്റിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസിലേക്ക് പോവാം. അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ വീഡിയോസിനകത്തൊക്കെ ഉണ്ടാവുക. ഓഡിയോ ആണെങ്കിൽ ഓഡിയോയിൽ ഉണ്ടാവും, ഇമേജസിനകത്ത്. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള ആ ഒരു വിൻഡോനകത്ത് ഈ വീഡിയോ ആഡ് ആവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ നല്ല നല്ല വൃത്തിയായിട്ടൊന്ന് അലൈൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് വലുതാക്കി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒന്ന് നല്ല വൃത്തിയിൽ അലൈൻ ചെയ്യുക, സെന്റർ ആക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി സെന്റേർഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ പോയിട്ട് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ഓപ്ഷൻ കാണും. കോപ്പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+C ആയാലും മതി. ഓക്കെ, കോപ്പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് Ctrl+V അല്ലെങ്കിൽ ഇവിടെ തന്നെ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തല്ലോ. എന്നിട്ട് ഈ വീഡിയോ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഫുള്ള് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ വീഡിയോ നമ്മൾ ആദ്യം ഇട്ട സ്ക്വയർ വീഡിയോന്റെ ടോപ്പിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടോപ്പ് റൈറ്റിൽ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണില്ല, പൊസിഷൻ ക്ലിക്ക് ചെയ്യുക. പൊസിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്വേർഡ് കാണാം. ബാക്ക്വേർഡ് ക്ലിക്ക് ചെയ്യുക. അത് ബാക്കിൽ എത്തുന്ന വരെ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒപ്പാസിറ്റി, അതിന്റെ ബാക്കിലുള്ള വീഡിയോന്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ പൊസിഷന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഓഡിയോന്റെ അപ്പുറത്ത് തന്നെ കുറെ ഡോട്ട്സ് ഉള്ള ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോന്റെ ഒപ്പാസിറ്റി കുറയ്ക്കുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒപ്പാസിറ്റി ഇങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ സ്ക്വയർ ഫോർമാറ്റ് ഫുൾ ആയിട്ട് ഇതിനകത്ത് ഉണ്ട്, ഒരു ഭാഗവും ഒന്നും ക്രോപ്പ് ആവാതെ. റൈറ്റ്, ഞാൻ വേണമെങ്കിൽ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഒരു എഡ്ജ് പോലും ഇതിൽ ക്രോപ്പ് ആയിട്ടില്ല. ഇൻ കേസ് ഞാനിത് ഡിലീറ്റ് ചെയ്യുക. ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിലുള്ള വീഡിയോ സെയിം വീഡിയോ തന്നെയാണ്. നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഈ വെർട്ടിക്കൽ ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് ഉള്ളിലേക്ക് ഇടുകയാണെങ്കിൽ കുറച്ച് ഭാഗം ക്രോപ്പ് ആയിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, കുറച്ച് ഭാഗം ക്രോപ്ഡ് ആണ്. ഓക്കെ,
അത് നേരെ മറിച്ച് മറ്റേ സ്ക്വയർ ഫോർമാറ്റ് ആണെങ്കിൽ ഉള്ളതെങ്കിൽ നോക്കൂ, ഒന്നും ക്രോപ്ഡ് അല്ല. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത് സ്ക്വയർ ഫോർമാറ്റ് എങ്ങനെ നിങ്ങൾക്ക് വെർട്ടിക്കൽ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. ഓക്കെ, സിമ്പിൾ മെത്തഡാണ്. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിന്റെ ഒരു ആവശ്യവുമില്ല. ക്യാൻവ പോലെ തന്നെ കുറെ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൽ നിന്നും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും cheers.